നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 12:15. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇവിടെ അത്യാഗ്രഹത്തെക്കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. അതുപോലെ തന്നെയാണ് അത്യാഗ്രഹങ്ങളിൽ അകപ്പെടരുത് എന്നാണ് ഈ ഒരു വചനത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. കാരണം അത്യാഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതം ഒരിക്കലും സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനം സമ്പത്ത് എന്നുകൂടിയാണ് ഈ ഒരു വചനത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ അത്യാഗ്രഹത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും നമ്മളിന്ന് പറഞ്ഞ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെയാണ് അത്യാഗ്രഹം നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആപത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഒരുപാട് പ്രതിസന്ധികൾക്കും കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും അത്യാഗ്രഹം നല്ലതല്ല എന്ന് നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബൈബിളിലെ ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പോൾ മനുഷ്യജീവിതത്തിൽ സമ്പത്ത് വേണം, പക്ഷേ സമ്പത്ത് മാത്രമല്ല പ്രധാനം. അതിനോടൊപ്പം സമാധാനം വേണം, സ്നേഹം, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും മനുഷ്യജീവിതത്തിൽ പ്രധാനമാണ്. അപ്പോൾ നമുക്കിന്ന് അത്യാഗ്രഹത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? പേരെന്താ? ലീന അല്ലേ? ഓക്കെ. ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കീഴില്ലം ഏത് ജില്ലയാണ്? ഏതാ? എറണാകുളം അല്ലേ? ഓക്കെ. ചേച്ചി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടിൽ ഭർത്താവ്, 2 ആൺകുട്ടികൾ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗായകരെ നിയോഗിക്കുവാൻ ദാവീദ് കൽപ്പിച്ചത് ആരോടാണ്? ഗായകരെ നിയോഗിക്കുവാൻ ദാവീദ് കൽപ്പിച്ചത് ആരോടാണ്? ലേവ്യരിലെ പ്രധാനന്മാരോട്. അതെ, ആൻസർ കറക്റ്റാണ്. ലേവ്യരിലെ പ്രധാനികളോട്. ഇനി രണ്ടാമത്തെ ചോദ്യം, സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് എന്തൊക്കെ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിച്ചത്? വീണ, കിന്നരം, കൈത്താളം. അതെ, ആൻസർ കറക്റ്റാണ്. വീണ, കിന്നരം, കൈത്താളം. ഓക്കെ. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? ഏതെങ്കിലും ഒരാളെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ മതി. ഹന്ന. എന്തുകൊണ്ടാണ് ഹന്നയെ ഇഷ്ടം? ഹന്ന ദൈവസന്നിധിയിൽ പിന്നെ ഹന്നയുടെ ആ പ്രാർത്ഥന. ഓക്കെ. ആ ഒരു പ്രാർത്ഥനാ സ്വഭാവമാണല്ലേ ഇഷ്ടം? അതെ. ഓക്കെ. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഗായകനായ ഹേമാന്റെ പിതാവ് ആരായിരുന്നു? ഗായകനായ ഹേമാന്റെ പിതാവ് ആരായിരുന്നു? യോവേൽ. ആൻസർ കറക്റ്റാണ്, യോവേൽ. ഇനി നാലാമത്തെ ചോദ്യം, ഗായകനായ ആസാഫിന്റെ പിതാവ് ആരായിരുന്നു? ഗായകനായ ആസാഫിന്റെ പിതാവ്. അതെ, കറക്റ്റാണ്, ബെരഖ്യാവ്. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ ചേച്ചി, എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എറണാകുളത്ത് നിന്നും ലീന ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹന്നയെക്കുറിച്ചും സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരു ചെറിയൊരു വ്യാപാരി തൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്ര ചെയ്തിട്ട് തിരികെ വന്നപ്പോൾ വളരെയധികം ലേറ്റായി. ഇനി തൻ്റെ വീട്ടിലെത്തിച്ചേരുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ അടുത്ത് കണ്ടൊരു സത്രത്തിൽ താമസിക്കാമെന്ന് ചിന്തിച്ചു.
അപ്പോൾ ഈ സത്രം നടത്തിയിരുന്നത് ഒരു ഭാര്യയും ഭർത്താവും ചേർന്നായിരുന്നു. അപ്പോൾ ഈ വ്യവസായി ആ സത്രത്തിലേക്ക് അന്നവിടെ താമസിക്കാമെന്ന് കരുതി അവിടെ കയറി റൂം ചോദിച്ചു, മുറി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് എന്തൊക്കെ കയ്യിലുണ്ടെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ വ്യവസായി പറഞ്ഞില്ല, തൻ്റെ ജോലി എന്താണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ വ്യവസായി മുറിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സത്രം നടത്തിപ്പുകാരായ ഭാര്യയും ഭർത്താവിലും ആ ഭാര്യ ആ വ്യവസായിയുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ആ സ്ത്രീ ശ്രദ്ധിച്ചപ്പോൾ കയ്യിൽ കുറേ പണം ഇരിക്കുന്നത് കണ്ട് അതിനോടൊപ്പം തന്നെയാണ് വേറെ കുറച്ച് ചരക്ക് സാധനങ്ങളും അയാൾ മറ്റൊരു ബാഗിലായിട്ട് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഈ സ്ത്രീ ശ്രദ്ധിച്ചു. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം അന്നവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് പോകുമ്പോൾ എന്തായാലും കുറച്ച് പണം നൽകുമെന്ന് ഇവർക്കറിയാം. കാരണം ആ മുറിയുടെ വാടക നൽകും, വേണമെങ്കിൽ ഇവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എക്സ്ട്രാ കാശ് വേണമെന്ന് പറഞ്ഞാൽ ആ വ്യവസായി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പണം കിട്ടും. പക്ഷേ അതിനോടൊപ്പം ഈ വ്യവസായിയുടെ കയ്യിൽ കുറച്ച് ചരക്ക് സാധനങ്ങളും ഉണ്ട്. അതെന്താണെന്നറിയാൻ ഈ സത്രം നടത്തിപ്പുകാരിയായ സ്ത്രീക്ക് അതിയായ ആഗ്രഹം. അത് എങ്ങനെയൊക്കെയാണെന്ന് ഏതൊക്കെ തരത്തിൽ നോക്കിയിട്ടും ഈ സ്ത്രീക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഈ സ്ത്രീ തൻ്റെ ഈ ഒരു ആഗ്രഹം തൻ്റെ ഭർത്താവിനോട് പറയും. കാരണം ഈ സ്ത്രീക്ക് ഇത്തരത്തിലുള്ളൊരു സ്വഭാവമുണ്ട്. ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും സാധനം ഇരിക്കുന്നത് കണ്ടാൽ അതെങ്ങനെയെങ്കിലും തനിക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടി ഏത് വളഞ്ഞ വഴിയും ഈ സ്ത്രീ സ്വീകരിക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഈ ഭർത്താവ് ഈ ഭാര്യയുടെ സ്വഭാവത്തെ ഒരുപാട് എതിർത്തിരുന്നെങ്കിലും എത്രത്തോളം ഒത്തിരി ശ്രമിച്ചിട്ടും മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നേടിക്കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഭർത്താവും ഈ ഭാര്യയുടെ തെറ്റായ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ഭാര്യ തനിക്ക് ആ വ്യവസായിയുടെ കയ്യിലിരിക്കുന്ന ചരക്ക് ആവശ്യമാണെന്ന് ഒരുപാട് തവണ പറഞ്ഞപ്പോൾ ഭർത്താവ് പറയും, അതിന് ഞാനൊരു വിദ്യ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് രണ്ടാമതൊരു കോൾ വരുന്നുണ്ട്. ഈ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷേബ. ഷേബ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആര്യനാട് ചേരപ്പള്ളി. ആര്യനാട് നിന്നാണല്ലേ? അതായത് തിരുവനന്തപുരം ജില്ലയിലാണല്ലേ? അതെ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇത് ഞാന്, ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങളും. ഓക്കെ, ഷേബയും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവയുടെ ആലയം പണിയിൽ ശലോമോനെ സഹായിക്കുവാൻ ദാവീദ് കൽപ്പിച്ചത് ആരോടാണ്? ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും. അതേ, ആൻസർ കറക്റ്റാണ്. ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും. ഓക്കെ, ഷെബ പാട്ട് പാടുമോ? ഇല്ല, ഞാൻ പാട്ട് പാടില്ല. പാട്ട് പാടത്തില്ലല്ലേ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. രണ്ടാമത്തെ ചോദ്യം, ആത്മീയമായ എന്ത് ഓർമ്മപ്പെടുത്തലാണ് ദാവീദ് ശലോമോന് നൽകിയത്? ദൈവമായ യഹോവയെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും സമർപ്പിക്കുക. അതെ, ആൻസർ കറക്റ്റാണ്. ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ ഹൃദയവും മനസ്സും സമർപ്പിക്കുക. ഓക്കെ, ഇനി ഷേബയ്ക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? യോഹന്നാൻ. എന്തുകൊണ്ടാണ് യോഹന്നാനെ ഇഷ്ടം? യോഹന്നാൻ യേശുവിന്റെ ശിഷ്യനാണ്. പിന്നെ യോഹന്നാൻ ഒരുപാട് യേശുവിന് വേണ്ടി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് എന്നിട്ട് യേശുവിനെ തള്ളിപ്പറയാതെ അവസാനത്തോളം അതിനു വേണ്ടി തന്നെ സഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണല്ലേ യോഹന്നാനെ ഇഷ്ടം? ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ദാവീദ് അവരുടെ ഹൃദയവും മനസ്സും എന്തിനു വേണ്ടി സമർപ്പിക്കുവാനാണ് നിർദ്ദേശിച്ചത്? ദൈവമായ യഹോവയെ അന്വേഷിക്കുക. അതെ, കറക്റ്റാണ്. ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ. ഇനി ബൈബിളിൽ ഷേബയ്ക്ക് ഇഷ്ടപ്പെട്ട യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതാണോ?
അതെ. എന്തുകൊണ്ടാണ് ആ ഒരു അത്ഭുതം ഇഷ്ടപ്പെട്ടത്? അത് പച്ചവെള്ളത്തെ ആർക്ക് വീഞ്ഞാക്കാൻ പറ്റുമല്ലോ. അതെ. പക്ഷേ ദൈവം ഒരു നിമിഷം അതിന് നോക്കിയപ്പോൾ തന്നെ ആ കൽപാത്രങ്ങളെല്ലാം നിറച്ചിരുന്ന വെള്ളമെല്ലാം വീഞ്ഞാക്കി. അത് പിന്നെ ഇതുവരെയും കിട്ടാത്തതിൽ ഏറ്റവും മധുരമേറിയതായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളെ കൊണ്ടാണല്ലേ ഇഷ്ടം? അതെ. ഓക്കെ, ഇനി അവസാന ചോദ്യമാണ്. ചോദ്യം ഇതാണ്: യഹോവയുടെ നിയമപ്പെട്ടകവും ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രങ്ങളും എവിടേക്ക് കൊണ്ടുവരാനാണ് ദാവീദ് ആഗ്രഹിച്ചത്? യഹോവയുടെ നാമത്തിന് പണിയുവാനുള്ള വിശുദ്ധ മന്ദിരത്തിൽ. അതെ, ആൻസർ കറക്റ്റാ. യഹോവയുടെ നാമത്തിന് പണിയുവാനുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ തിരുവനന്തപുരം ആരനാട് നിന്നും ഷേബയാണ് വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ സത്രം നടത്തുന്ന ആ ഭാര്യയും ഭർത്താവിനെയും കുറിച്ചും പിന്നെ ആ വ്യാപാരിയെയും കുറിച്ചാണ്. അപ്പോൾ ഈ ഭാര്യയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് എങ്ങനെയും ഭാര്യയെ ഒന്ന് സമാധാനിപ്പിക്കണം, അവളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കണം. ഇത് മാത്രമാണ് എപ്പോഴും ഈ ഭർത്താവിൻ്റെ ചിന്താഗതി. അങ്ങനെ ഈ ഭർത്താവ് സത്രത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ഒരു സഞ്ചിക്കകത്ത് നിന്നും കുറച്ച് പൊടി എടുത്തിട്ട് വരും. എന്നിട്ട് ഭാര്യയോട് പറയും, നീ ഇന്ന് രാത്രി അയാൾക്ക് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. കാരണം പെട്ടെന്ന് അയാൾക്ക് മറവി ഉണ്ടാകും. ചിലപ്പോൾ മറവി ഉണ്ടായാൽ അയാളുടെ കയ്യിലിരിക്കുന്ന ചരക്ക്, ഭാണ്ഡക്കെട്ടിലുള്ള ആ ചരക്ക് ഇവിടെ മറന്നു വെച്ചിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ അത് നിനക്ക് സ്വന്തമാക്കാം. നീ മോഷ്ടിച്ചു എന്നോ അത് സ്വന്തമാക്കിയെന്നോ ഉള്ള യാതൊരുവിധ ആരോപണങ്ങളും ഉയരില്ല എന്ന് ഈ ഭർത്താവ് ഭാര്യയോട് പറയും. അപ്പോൾ ഭാര്യയെ ഇത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷവതിയാവും. തുടർന്ന് അന്ന് രാത്രി ആ വ്യാപാരിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഭർത്താവ് കൊടുത്ത ആ പൊടി ആരും കാണാതെ ഈ ഭാര്യ ഇട്ട് കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ ഭാര്യ ഓടി വന്നിട്ട് ഭർത്താവിനോട് പറയും, നിങ്ങൾ തന്ന ആ പൊടി ശരിയായില്ല. കാരണം ആ ഭാണ്ഡക്കെട്ട് അയാളോട് വെച്ചിട്ട് പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാൾ ആ ഭാണ്ഡക്കെട്ട് വെച്ചിട്ട് പോയതുമില്ല, അവിടെ ഒന്നുമില്ല. അയാൾ കിടന്ന ആ മുറിയിൽ ഒരു സാധനവുമില്ല, അയാൾ കൊണ്ടുവന്ന ഒരു സാധനവുമില്ല. മാത്രവുമല്ല, അയാൾ രാവിലെ തന്നെ നമ്മളോട് ആരോടും പറയാതെ ഈ സത്രത്തിൽ നിന്നും പോവുകയും ചെയ്തു. ഭർത്താവ് പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഇത് ഒരു മറവിക്കുള്ള മരുന്നാണ്. എന്തെങ്കിലും കാര്യം അയാൾ മറക്കാതിരിക്കില്ല എന്ന് പറയും. അപ്പോൾ വീണ്ടും ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നീ ഒന്നും കൂടെ ആ മുറിയിൽ കയറി നോക്ക്, അവിടെ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഭാര്യ വീണ്ടും പറയും, ഇല്ല, ഒന്നും മറന്നു വെച്ചിട്ടില്ല. എന്നിട്ട് ഭാര്യ വീണ്ടും പറയും, അയാൾ നമ്മളെ ആ മുറിക്കുള്ള വാടകയായ പൈസ പോലും തരാതെയാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഈ ഭർത്താവ് പറയും, അതാണ് ഞാൻ പറഞ്ഞത്, അയാൾ വാടക തരാൻ മറന്നുവല്ലേ, ഞാൻ അതാ പറഞ്ഞത്, മറവി എന്തായാലും ഉണ്ടാകുമെന്ന്. മറവി അയാൾക്ക് ഉണ്ടായത് വാടക തരുവാനാണ്, അല്ലാതെ എൻ്റെ മരുന്നിനെ കുറ്റം പറയരുതെന്ന് ഈ ഭാര്യയോട് പറയും. ഇത് കേൾക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. അയാൾക്ക് മറവി ഉണ്ടാകും എന്ന് മാത്രമാണ് പറഞ്ഞത്, പക്ഷേ ഒരിക്കലും ഈ ഭാണ്ഡക്കെട്ട് തന്നെ മറന്നു വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ തൻ്റെ അത്യാഗ്രഹം വലിയൊരു ആപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി ഈ ഭാര്യയ്ക്കുണ്ടാവും. കാരണം ഇന്നലെ വന്ന ഒരു മുറി വാടകയ്ക്ക് എടുക്കുവാൻ വേണ്ടി വന്ന ആളുടെ കയ്യിലിരിക്കുന്ന ചരക്ക് സ്വന്തമാക്കുവാൻ തന്നെ ശ്രമിച്ചു. പക്ഷേ അതിൽ തനിക്ക് യാതൊരുവിധ ഗുണമുണ്ടായില്ല. കയ്യിലെ കാശും കിട്ടിയില്ല, കിട്ടാനുള്ള കാശും കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് തനിക്ക് ചരക്ക് കിട്ടണമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. ഇനി വീണ്ടും വീണ്ടും തൻ്റെ സ്വഭാവം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ താൻ നടത്തുന്ന ഈ സത്രം തങ്ങളുടെ കുടുംബത്തിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് കാരണമാകും, പൈസ കിട്ടാതെയാവും, തങ്ങളുടെ ബിസിനസ് ലോസാവുമെന്ന് കരുതി തൻ്റെ ആ ഒരു സ്വഭാവം മാറ്റണമെന്നൊരു ചിന്ത ഈ ഭാര്യയുടെ ജീവിതത്തിലുണ്ടാകുന്നു. ആ ഒരു ചിന്താഗതി അവളുടെ പ്രവൃത്തിയിലും കാണുമ്പോൾ ഈ ഭർത്താവിന് ഒത്തിരി സന്തോഷമാവും. കാരണം താൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. പക്ഷേ അത് ഭാര്യയുടെ ആ ഒരു
സ്വഭാവം മാറ്റുന്നതിന് കാരണമായി. അത്യാഗ്രഹം ആപത്താണ് എന്നൊരു ചിന്ത ഭാര്യയിൽ കൊണ്ടുവരുവാൻ ഇടയായല്ലോ എന്നോർത്ത് ഈ ഭർത്താവും ഒത്തിരി സന്തോഷിക്കും. നമുക്കിനി അവസാനമായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. ഈ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജാസ്മിൻ. ജാസ്മിൻ ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും മോളും. ഹസ്ബൻഡും മോളും അല്ലേ? ഓക്കെ. മോള് പഠിക്കുവാണോ? അതെ, പഠിക്കും. ഓക്കെ. മോളുടെ പേരെന്താ? ജെസിയ. ജെസിയ. ഓക്കെ. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തർക്കും ദാവീദ് എന്താണ് കൊടുത്തത്? ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തർക്കും ദാവീദ് എന്താണ് കൊടുത്തത്? ഒരു അപ്പവും ഒരു കണ്ടം ഇറച്ചിയും ഒരു മുന്തിരിങ്ങക്കട്ടയും. അതെ, ആൻസർ കറക്റ്റാ. ഒരു അപ്പവും ഒരു കഷ്ണം ഇറച്ചിയും ഒരു മുന്തിരി അടയും വീതം. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ചേച്ചി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടിക്കോളൂ, ഒരു 4 വരി. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. ഹലോ, കുഞ്ഞാണല്ലേ പാടിയത്? ഓക്കെ. പേരെന്താ? മോൻ്റെ പേരെന്താ? ജെസിയ. 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 ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th അല്ലേ? നന്നായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ചോദ്യം ഇതാണ്, ദാവീദ് ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചത് എന്തിനായിരുന്നു? ദാവീദ് ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചത് എന്തിനായിരുന്നു? ദൈവത്തിന് കീർത്തനവും ആരാധനയൊക്കെ അർപ്പിക്കാൻ. അതെ അതെ, ആൻസർ കറക്റ്റാ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രം ചെയ്യുവാൻ. കറക്റ്റാണേ. ഇനി ബൈബിളില് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? പറഞ്ഞോളൂ. സക്കായി. സക്കായി. എന്തുകൊണ്ടാ സക്കായി ഇഷ്ടം? സക്കായി കർത്താവിനെ കാണുവാൻ ഏറെ ആഗ്രഹിച്ച് അത്തിമരത്തിൽ കയറി അവിടെ നിന്ന് കർത്താവിനെ കണ്ടെത്തിയ ശേഷം ഉടനെ തന്നെ കർത്താവിന്റെ വചനം കേട്ടിട്ടുണ്ടായിരിക്കും നേരത്തെ. അതുകൊണ്ട് തന്റെ മോശ സ്വഭാവമൊക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞിട്ട് രൂപാന്തരത്തൊക്കെ കർത്താവിനെ പിന്തുണച്ചു സാധിച്ചല്ലേ. ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് അവിടെ കർത്താവ് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെ ഒക്കെ സക്കായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേർക്ക് ആ സക്കായിയുടെ സ്വഭാവം മാറിയതൊക്കെ ആ യേശുക്രിസ്തുവിന്റെ കടന്നു വരുവാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സക്കായിയെക്കുറിച്ച് ചേച്ചി വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ നിയമിച്ച ശുശ്രൂഷകന്മാരുടെ തലവൻ ആരായിരുന്നു? അതെ, ആൻസർ കറക്റ്റാണ്, ആസാഫ്. ഇനി ബൈബിളിൽ ഒരു വചനം പറയാമോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ചേച്ചി, നാലാമത്തെ ക്വസ്റ്റ്യൻ, ആസാഫ് ഏത് വാദ്യോപകരണം ഉപയോഗിച്ചാണ് ദൈവത്തെ സ്തുതിച്ചത്? കൈത്താളം കൊട്ടി. കൈത്താളം. കറക്റ്റാണ്, കൈത്താളം. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ജാസ്മിൻ ചേച്ചിയാണ് വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിയുടെ മകളാണ് ഒരു പാട്ട് പാടിയത്. പിന്നെ ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അധികമായിട്ട് ജീവിതത്തിൽ സമ്പത്ത് കയറിയിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് അത്യാഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ആപത്താകും എന്നൊരു ചെറിയൊരു ഗുണപാഠം ലഭിക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. സമ്പത്തിനോടൊപ്പം തന്നെയാണ് നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം. എല്ലാം ഉണ്ടെങ്കിലും മാത്രമേ ജീവിതം എപ്പോഴും ധന്യമാവുകയുള്ളൂ. അതുപോലെ അത്യാഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ആപത്താണ്. ഒരുപാട് പണം നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും സ്വന്തമാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിനാശകരമായ മാർഗം മാത്രമേ ചെയ്യുകയുള്ളൂ. ഏതായാലും വചന സമീക്ഷയുടെ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.